നമസ്കാരം. ജനകീയ വിഷയങ്ങൾ നിറഞ്ഞ വാർത്താ പരിപാടിയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. അധികാരികൾ അവഗണിക്കുന്ന ജനകീയ വിഷയങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് നമ്മൾ. ആരംഭിക്കുന്നു പൊതുജനം കഴുതിയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. രാജ്യ തലസ്ഥാനത്തേക്കാണ് ഇന്ന് ആദ്യം. അവിടെ അഗ്നിഗോളമായി മാറിയ മാളവ്യ നഗറിലെ ഹോട്ടലിൽ പൊലിഞ്ഞത് 21 ജീവനുകളാണ്. അടിമുടി നിയമലംഘനമാണ് തീപിടുത്തം വൻ ദുരന്തത്തിലേക്ക് വഴിവെക്കാൻ കാരണമായത്. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഡൽഹിയിൽ അഗ്നിശമന സംവിധാനങ്ങളോ എമർജൻസി എക്സിറ്റുകളോ ഇല്ലാതെയാണ് കെട്ടിടം പ്രവർത്തിച്ചത് എന്നത് അപകടത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. നിയമപാലകർ ചെറുവിരലനക്കാൻ ഇനി എത്ര ജീവൻ ബലി നൽകണം എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. ആളിക്കത്തുന്ന ആശങ്ക. അർജുൻ പീതാംബരൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ആദ്യം. മാൾവ്യ നഗറിലേത് ഒരു മനുഷ്യനിർമ്മിത ദുരന്തമാണ്. രക്ഷാപ്രവർത്തകർക്ക് എത്താൻ സാധിക്കാതെ ചട്ടവിരുദ്ധമായ ഒരു കെട്ടിടം പണിതിട്ടാൽ എന്ത് സംഭവിക്കുമെന്ന ചോദ്യത്തിന് ഉത്തരമാണ് ഇവിടെ പിടഞ്ഞു വീണവർ നൽകുന്നത്. बहुत जोर से आग लगी थी तो अब ऊपर से कूदे वाले बच गए, जो कूदे वाले वो सब बच गए, थोड़ा माइनर उनको इंजरी हुआ. ഇന്ന് രാവിലെ 8:45 ഡൽഹി മാൾവ്യ നഗറിലെ ഹോട്ടൽ ഫ്ലോറിഷനിൽ വലിയൊരു അഗ്നിബാധയുണ്ടായത്. താഴത്തെ നിലയിലുള്ള റെസ്റ്റോറന്റിൽ സിലിണ്ടർ പൊട്ടിത്തെറിച്ചുണ്ടായ തീ മുകളിലത്തെ 5 നിലകളിലേക്ക് പടർന്നു. സമീപത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലുള്ള രോഗികളുടെ കൂട്ടിരിപ്പുകാരും ബന്ധുക്കളുമായ നൈജീരിയ, അഫ്ഗാനിസ്ഥാൻ, ഉത്തരേന്ത്യ സ്വദേശികളായിരുന്നു ഹോട്ടലിൽ താമസിച്ചിരുന്നത്. ഫയർഫോഴ്സിനെ ഉടൻ വിവരം അറിയിച്ചിട്ടും ഇടുങ്ങിയ വഴികളും ട്രാഫിക് ബ്ലോക്കും രക്ഷാപ്രവർത്തനം 1 മണിക്കൂർ വൈകിപ്പിച്ചു. സമീപവാസികളാണ് ആദ്യം സഹായത്തിനെത്തിയത്. അതിനിടയിൽ പുറത്തേക്കിറങ്ങി ഓടാനുള്ള ഏക വഴിയും അഗ്നി മൂടിയതോടെ മുകളിലത്തെ നിലയിൽ ഉണ്ടായിരുന്നവർ ജനാല ചില്ലുകൾ പൊളിച്ച് താഴേക്ക് ചാടി. मैं लगभग 8:15 पर यहाँ पर था, तो जब जहर का दम घोटू धुआं नजर आया तो मेरे को बर्दाश्त नहीं हुआ. तो मैंने पूछा फल वाले से कि क्या हुआ, तो बोले स्नैक लाइट रेस्टोरेंट है गेस्ट हाउस में, उसमें आग लगी है. तो उसके बाद फिर वो आग ऊपर को चली गई, धुआं पीछे हो गया. तो हम नजदीक पहुंचे और आसपास के भी लोकल हमारे भाई लोग सब लोग मिलकर के आए. हमने रेस्क्यू करने लगे लोगों को. दिनेश यादव बीच कांस्टेबल था, वो यहाँ मौके पे मौजूद था. हथौड़ी उसके हाथ में थी. हमने ईंट से सारे खिड़की तोड़े, लोगों को बोला कि आप बाहर आओ, वो हेल्प हेल्प करके चिल्ला रहे थे. बहुत जोर से आग लगी थी तो अब ऊपर से कूदे वाले बच गए, जो कूदे वाले वो सब बच गए, थोड़ा माइनर उनको इंजरी हुआ. അധികാരികൾ അപകട കാരണം തേടിയതോടെ അനാസ്ഥകളുടെ നീണ്ട ലിസ്റ്റാണ് പ്രത്യക്ഷപ്പെട്ടത്. 6 മുറികൾ മാത്രം പ്രവർത്തിപ്പിക്കാൻ അനുമതിയുള്ള ഹോട്ടലിൽ 25 മുറികൾ പണിത് അതിഥികൾക്കായി വിട്ടു നൽകിയ കാര്യം വെളിപ്പെട്ടു. അടിസ്ഥാന അഗ്നിശമന സംവിധാനങ്ങൾ പോലും ഇല്ലാതെയാണ് ഹോട്ടലിന് ഫിറ്റ്നസ് ലഭിച്ചത് എന്ന് ഫയർഫോഴ്സ് കണ്ടെത്തി. രക്ഷാകരങ്ങൾക്ക് എത്താൻ കഴിയാത്തയിടത്ത് പലരുടെയും വ്യക്തി താല്പര്യങ്ങൾക്ക് ഹോട്ടലുകൾ പണിത് കൂട്ടിയിട്ടിരിക്കുന്നു. होटल अभी जब से मैक्स आया तभी से क्रॉस हुआ है. मैक्स की बीमारी है. और भी हैं, रोड पे देखोगे तो सारे हैं बने हुए हैं, बोर्ड से दिखते हैं. वो मैक्स नहीं बनवाए हुए, सारे मैक्स के ही हैं. मैक्स का ही सारे मैक्स के हैं. मैक्स हॉस्पिटल ने बनाए मैक्स हॉस्पिटल के लोगों ने, जानने वालों ने अपनी एग्रीमेंट कुछ करा रखा होगा. बहुत सारे होटल है. അപകടം ഉണ്ടായാലുള്ള രക്ഷാപ്രവർത്തനത്തിന് 1 ഇഞ്ച് സ്ഥലമില്ല. പക്ഷേ ഇവിടെ निर्माण प्रवर्तिകൾ തുടർന്നിരുന്നു. क्योंकि इसमें जी ये अपर ग्राउंड फ्लोर था. जब ये मैं पहले देखा था तो इसमें कुछ भी नहीं था. यहाँ खाली फोटो मतलब कॉपी होती थी. उसके बाद यहाँ पर ये बिल्डिंग बनाई गई. रेस्टोरेंट जो भी था इल्डिगो सेंटर के नाम से इसे जानते हैं. हाँ, इसमें जी परमिशन तो ये जी इसमें मतलब 20-22 रूम की थी. इसमें 26-30 रूम बना दिए गए थे. इलीगल है ये. ഒടുവിൽ ഒരു ദുരന്തം സംഭവിച്ചപ്പോൾ നരഹത്യക്ക് കേസെടുത്ത് കെട്ടിടത്തിന്റെ ഫിറ്റ്നസും NOCയും കാലപ്പഴക്കവും മുതലാളിമാരുടെ ബന്ധങ്ങളും അന്വേഷണ പരിധിയിലെത്തി. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഡൽഹിയിൽ 3 അപകടങ്ങളാണ് ഉണ്ടായത്. സാകേതിൽ കെട്ടിടം തകർന്ന് 6 പേർ മരിച്ചത് മെയ് 30-നാണ്. ബുറാഡിയിൽ സിലിണ്ടർ പൊട്ടിത്തെറിച്ച് വീട് തകർന്ന് 11 പേർ കുടുങ്ങിയത് ഇന്നലെയാണ്. അപകടങ്ങൾ സംഭവിക്കുമ്പോൾ മാത്രം അധികാരികളുടെ കണ്ണു തുറക്കുന്നതാണ് ഡൽഹിയുടെ ശാപം. പേരിനൊരു അന്വേഷണം, കോർപ്പറേഷന്റെ കീഴുദ്യോഗസ്ഥർക്കെതിരെ നടപടികൾ. കുറച്ചു കഴിഞ്ഞാൽ വീണ്ടും നിയമപാലകർ നിയമലംഘകർക്ക് സ്തുതിപാടും. പണത്തിനും പദവിക്കും പവറിനും മുന്നിൽ കണ്ണടച്ച് ഇരുട്ടാക്കും. അനാസ്ഥകളുടെ പരമ്പരയാണ് ഈ ഹോട്ടൽ നടത്തിപ്പിൽ സംഭവിച്ചിരിക്കുന്നത്. വിലയായി കൊടുക്കേണ്ടി വന്നത് 21 നിരപരാധികളുടെ ജീവൻ.
ഇങ്ങനെ ഒന്നല്ല, ഇവിടെ മാത്രം വിരൽ ചൂണ്ടി കാണിക്കാൻ സാധിക്കും ഇതുപോലെ തന്നെ 10 ഹോട്ടലുകൾ. ഒരു ചോദ്യമെങ്കിലും ഉയരണമെങ്കിൽ വീണ്ടും അപകടങ്ങളോ ദുരന്തങ്ങളോ സംഭവിക്കണം. മാളവ്യ നഗറിൽ നിന്ന് ക്യാമറാമാൻ മോഹൻകുമാറിനൊപ്പം അർജുൻ പിതാംബരൻ, 24. പൊതുജനം കഴുതയല്ല സാർ. ഏത് കാര്യവും സംഭവിച്ചു കഴിയുമ്പോൾ മാത്രം അന്വേഷണം നടത്തുന്നവർ എന്ന് മിനി ബാബു പറയുന്നുണ്ട്. പണം വാങ്ങി ഉദ്യോഗസ്ഥർ തന്നെ നിയമങ്ങൾ കാറ്റിൽ പറത്തുന്ന സാഹചര്യമെന്നാണ് രവികുമാറിന്റെ പ്രതികരണം. അനാസ്ഥ എത്ര ജീവനാണ് ഇല്ലാതാക്കിയതെന്ന് വനജ ചോദിക്കുന്നു. എല്ലാവർക്കും പണം മതിയെ, ഏതായാലും ഭയങ്കര സംഭവമായി പോയെന്നാണ് ആശാ സിംഗപ്പൂർ പറയുന്നത്. അപകടം നടന്നതിന് ശേഷം മാത്രമേ എല്ലായിടത്തും പരിശോധനകൾ എത്താറുള്ളൂ എന്ന് മോഹനൻ പറയുന്നു. അപ്പോൾ ഈ സംഭവത്തിൽ ജനങ്ങൾ സജീവമായി പ്രതികരിക്കുന്നുണ്ട്. അധികൃതരുടെ അനാസ്ഥയാണ് ഇതിന് കാരണമെന്നാണ് അവർ അഭിപ്രായപ്പെടുന്നത്. സർക്കാരുകൾ മാറി മാറി വരുമ്പോഴുള്ള പ്രധാന നടപടികളിൽ ഒന്നാണ് തലങ്ങും വിലങ്ങുമുള്ള ഉദ്യോഗസ്ഥ സ്ഥലം മാറ്റങ്ങൾ. രാഷ്ട്രീയ എതിരാളികളെ പറ്റാവുന്നത്ര ദൂരത്തേക്കും ഏറെ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റിക്കൊണ്ടാണ് ഭരണമുന്നണി അധികാരത്തിന്റെ വരവറിയിക്കുന്നത്. ഇത്തവണ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് മുൻപേ കോൺഗ്രസ് സർവീസ് സംഘടനാ നേതാവിന്റെ കത്തുപ്രകാരം സ്ഥലം മാറ്റം നടന്നത് എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞു. പക പുകയുന്ന സ്ഥലം മാറ്റം. ആ ശ്രുതി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. ഭരണമാറ്റം എന്നാൽ കേവലം മന്ത്രിസഭ മാറുക എന്നതല്ല, മറിച്ച് അതുവരെ ഭരണത്തിൻ്റെ നിർണായകമായ തസ്തികയിലിരുന്ന എല്ലാവരെയും മാറ്റുക എന്നതാണ് കേരളത്തിലെ പതിവ്. അധികാരം പിടിച്ചാൽ ആദ്യം ചെയ്യുന്നത് രാഷ്ട്രീയമായി എതിർപക്ഷത്തുള്ള ഉദ്യോഗസ്ഥരെയെല്ലാം വെട്ടിനിരത്തുക എന്നതാണ്. അത് ഭരണശിലാകേന്ദ്രമായ സെക്രട്ടേറിയറ്റ് മുതൽ താഴെ വില്ലേജ് ഓഫീസ് വരെ നടക്കും. ഇത്തവണയും അതിലൊന്നും ഒരു മാറ്റവുമില്ല. മെയ് 18-നാണ് വി.ഡി. സതീശൻ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. എന്നാൽ NGO അസോസിയേഷൻ നേതാവിൻ്റെ കത്തുപ്രകാരം മെയ് 5-ന് തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ സ്ഥലമാറ്റം തുടങ്ങിയിരുന്നു. തിരഞ്ഞെടുപ്പ് ഫലം വന്നത് മെയ് 4-നാണ്. തൊട്ടടുത്ത ദിവസം തന്നെ പണി തുടങ്ങിയെന്നർത്ഥം. ഭരണമാറ്റം വന്നാൽ ഉടൻ തന്നെ ഭരണാനുകൂല സർവീസ് സംഘടനകൾ ഉണരും. അധികാരമൊഴിയുന്ന സർക്കാരിൻ്റെ പിന്തുണയിൽ നിർണായക തസ്തികയിലിരുന്നവരെ തലങ്ങും വിലങ്ങും മാറ്റും. കേരളത്തിലെ ഒരു മന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി അളിയനെ നിയമിക്കുകയാണ് നിങ്ങൾ. ഇതെന്ത് നാടാണിത്? ഇവിടെ എന്തെല്ലാം കോലാഹലം നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോ ബന്ധ നിയമനം നടത്തുകയാണ്. മെയ് 5 മുതൽ 33 വകുപ്പുകളിലായി 1772 ജീവനക്കാരാണ് സ്ഥലം മാറ്റപ്പെട്ടത്. 262 ഉത്തരവുകളിലൂടെ നടന്ന ഈ സ്ഥലമാറ്റങ്ങൾ ഭൂരിപക്ഷത്തിനും മാനദണ്ഡമായത് ഭരണസൗകര്യമോ സ്ഥലമാറ്റ ചട്ടങ്ങളോ അല്ല, മറിച്ച് രാഷ്ട്രീയ എതിർപ്പ് മാത്രം. സ്ഥലം മാറ്റപ്പെട്ടവരിൽ 38 ക്ലാസ് 4 ജീവനക്കാരുമുണ്ട്. ക്ലാസ് 4 ജീവനക്കാരെ സ്വന്തം അപേക്ഷയില്ലാതെ സ്ഥലം മാറ്റരുതെന്നാണ് ചട്ടം. സ്ഥലമാറ്റത്തിന് പണപ്പിരിവും വ്യാപകമാണ്. തൃശൂർ ഭരണാനുകൂല നേതാവ് പണപ്പിരിവിന്റെ പേരിൽ ഇപ്പോൾ ആരോപണ മുനയിലാണ്. നിങ്ങൾ ഈ പാവപ്പെട്ട ആളുകളെ വഴിയാധാരമായി തെക്കും വടക്കും അടിച്ച് ബന്ധുക്കൾക്ക് നേരെ മന്ത്രി ഓഫീസിൽ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി അടക്കം ബന്ധു നിയമനം നടക്കുന്ന തലത്തിലേക്ക് നിങ്ങൾ മാറുകയാണ്. UDF ഭരണകാലത്തെ കാര്യമാണ് ഇതുവരെ പറഞ്ഞതെങ്കിൽ 2016-ൽ LDF ഭരണത്തിലേക്ക് വന്നപ്പോഴും രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള ഇത്തരം സ്ഥലമാറ്റങ്ങൾ നിർബാധം നടന്നിരുന്നു. കൊല്ലത്തുള്ള റവന്യൂ ഉദ്യോഗസ്ഥനെ കാസർഗോഡ് ജില്ലയിലെ കർണാടക അതിർത്തിയിലുള്ള വില്ലേജ് ഓഫീസിലേക്കാണ് സ്ഥലം മാറ്റിയത്. മുംബൈ കേരള ഹൗസിലേക്കും ഡൽഹി കേരള ഹൗസിലേക്കുമെല്ലാം ഉദ്യോഗസ്ഥരെ മാറ്റിയിരുന്നു. റിട്ടയർമെന്റ് മൂലമുള്ള മാറ്റങ്ങൾ മാത്രമാണ് നടത്തിയിട്ടുള്ളത്. ജീവനക്കാരുടെ മനോവീര്യം തകർക്കുന്ന രീതിയിലോ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലോ യാതൊരു നടപടിയും ഈ സർക്കാർ സ്വീകരിച്ചിട്ടില്ല. സർക്കാർ സേവനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ഭരണക്രമം സുഗമമാക്കുന്നതിനുമുള്ള നടപടികൾ മാത്രമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഏതെങ്കിലും ജീവനക്കാർക്ക് ഇക്കാര്യത്തിൽ പരാതികളുള്ള പക്ഷം ആയത് അനുഭാവപൂർവ്വം പരിഗണിച്ച് പരിഹാരമുണ്ടാക്കുന്നതിന് സർക്കാർ തയ്യാറാണെന്ന കാര്യവും സഭയെ അറിയിക്കുന്നു. സ്ഥലം മാറ്റത്തിന്റെ പേരിൽ ഇപ്പോൾ വിമർശനം ഉന്നയിക്കുന്നവർക്കും ഭരണം കിട്ടിയതിന്റെ പേരിൽ സ്ഥലമാറ്റം നടത്തുന്നവർക്കും വിമർശിക്കാൻ ധാർമ്മികമായി അവകാശമില്ല. ഭരണമാറ്റത്തെ രാഷ്ട്രീയ വൈരനിര്യാതനത്തിന് ഉപയോഗിക്കുക എന്നത് ശീലമാക്കിയവർ ഇപ്പോൾ ഇരകളാണെങ്കിൽ ഇന്നലകളിൽ വേട്ടക്കാരായിരുന്നു എന്നതാണ് ചരിത്രം. അധികാരത്തിൽ വരുമ്പോഴുള്ള ഈ സ്ഥലം മാറ്റങ്ങളെല്ലാം ഭരണം മെച്ചപ്പെടുത്താനാണെന്ന് മാത്രം ആരും വിചാരിക്കരുത്. രാഷ്ട്രീയ എതിരാളികളെ തലങ്ങും വിലങ്ങും ഓടിക്കുമ്പോഴുള്ള ആ മനസ്സുഖമുണ്ടല്ലോ, അതിലാണ് തൃപ്തി. കഴിഞ്ഞ ദിവസം ഇടത് അനുകൂല പോലീസ് അസോസിയേഷൻ നേതാവിനെ വയനാട്ടിലേക്ക് മാറ്റിയിരുന്നു. എന്തുകൊണ്ടാണ് വയനാടെന്ന് ചോദിച്ചപ്പോൾ കിട്ടിയ ഉത്തരം രസകരമായിരുന്നു. ഒറ്റ ബസ്സിലോ ഒറ്റ ട്രെയിനിലോ കയറി എത്താവുന്ന സ്ഥലമല്ലല്ലോ വയനാട്, അതായിരുന്നു മറുപടി. അധികാരത്തിലിരുന്നപ്പോൾ സ്ഥലം മാറ്റപ്പെട്ട ആളും അത്ര മോശക്കാരനായിരുന്നില്ല. മനസ്സുഖം അതല്ലേ എല്ലാം. തിരുവനന്തപുരത്ത് നിന്ന് R. ശ്രീജിത്ത്, 24. പൊതുജനം കഴുതയല്ല സാർ. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയിൽ വൻ അനിശ്ചിതത്വം തീർത്തിരിക്കുകയാണ് CBSE. ഇപ്പോൾ 12ാം ക്ലാസ് പരീക്ഷാ മൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങൾക്ക് ഇനിയും പൂർണ്ണ പരിഹാരം കാണാൻ രാജ്യത്തെ വിദ്യാഭ്യാസത്തിന്റെ അഭിമാന കേന്ദ്രമായ CBSEക്ക് കഴിഞ്ഞിട്ടില്ല.
വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിക്കായി പ്രതിപക്ഷം മുറവിളി കൂട്ടുമ്പോഴും ഉദ്യോഗസ്ഥ തലത്തിൽ നടപടിയെടുത്ത് സംഭവം ഒതുക്കി തീർക്കാൻ മാത്രമാണ് സർക്കാരിന്റെ നീക്കം. അപ്പോഴും വിദ്യാർത്ഥികളുടെ ഭാവിയെ സംബന്ധിച്ച ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ്. കാണാം വീഴ്ചയുടെ സിലബസ്. ബൽറാം നെടുങ്ങാടി തയ്യാറാക്കിയ വിദ്യാർത്ഥികളുടെ ഭാവി നിർണയിക്കുന്ന പരീക്ഷയായാണ് പൊതുവെ 12ാം ക്ലാസ് പരീക്ഷയെ കണക്കാക്കാറുള്ളത്. എന്നാൽ ഇത്തവണ CBSEയിൽ സംഭവിച്ചതെന്താണ്? വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലാക്കുന്ന നിരുത്തരവാദിത്വപരമായ സമീപനമാണ് CBSEയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പരീക്ഷ എഴുതിയ 18 ലക്ഷത്തോളം വിദ്യാർത്ഥികളിൽ 4 ലക്ഷത്തിലേറെ പേരാണ് തങ്ങൾക്ക് മാർക്ക് കുറഞ്ഞുപോയി എന്ന ആരോപണവുമായി പുനർമൂല്യനിർണ്ണയത്തിനായി അപേക്ഷ നൽകിയത്. ആ പ്രശ്നങ്ങളാകട്ടെ ഇതുവരെയും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുമില്ല. CBSE 12ാം ക്ലാസ് പരീക്ഷാ മൂല്യനിർണ്ണയത്തിനായി ഈ വർഷം ആദ്യമായി നടപ്പാക്കിയ ഓൺ സ്ക്രീൻ മാർക്കിംഗ് സംവിധാനമാണ് പ്രശ്നങ്ങളുടെ മൂലകാരണം. പരീക്ഷാ നടത്തിപ്പ് കൂടുതൽ കാര്യക്ഷമമാക്കാനും വേഗത്തിലാക്കാനും ലക്ഷ്യമിട്ടാണ് ഇത് കൊണ്ടുവന്നതെന്നാണ് വിശദീകരണം. എന്നാൽ പരീക്ഷാഫലം വന്നതോടെ നെട്ടോട്ടമോടുകയാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും. ഉത്തരക്കടലാസുകൾ അതീവ രഹസ്യ കോഡുകൾ നൽകി സ്കാൻ ചെയ്ത് ഒരു ഡിജിറ്റൽ പോർട്ടലിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതാണ് OSM രീതി. എന്നാൽ അപ്ലോഡ് ചെയ്ത നിരവധി ഉത്തരക്കടലാസുകൾ വായിക്കാൻ പോലും കഴിയാത്ത നിലയിൽ. പുനർമൂല്യനിർണ്ണയത്തിനായി പരീക്ഷാ പേപ്പറിന്റെ പകർപ്പിനായി 4 ലക്ഷത്തിലേറെ വിദ്യാർത്ഥികൾ വെബ്സൈറ്റിലേക്ക് എത്തിയപ്പോൾ പോർട്ടൽ അവതാളത്തിൽ. പോർട്ടലിലെ പ്രശ്നങ്ങൾക്ക് കാരണം സൈബർ ആക്രമണം എന്ന വിശദീകരണവുമായി മുഖം രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും പുനർമൂല്യനിർണ്ണയത്തിന്റെ പോർട്ടൽ തുറക്കാൻ വൈകിയത് CBSEയെ കൂടുതൽ പ്രതിരോധത്തിലാക്കി. പോർട്ടലിൽ പ്രശ്നങ്ങൾ നേരിടുന്നതായി ഇപ്പോഴും ആക്ഷേപമുണ്ട്. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിച്ച OSM കരാറിലെ തിരിമറികൾ തുറന്നുകാട്ടി സാർത്ഥക് സിദ്ധാന്ത് എന്ന മിടുക്കൻ വിദ്യാർത്ഥി രംഗത്ത് വന്നതോടെ അധികൃതർ പ്രതിരോധത്തിലായി. കോയംറ്റ് എഡ്യൂടെക് കമ്പനിക്ക് കരാർ ലഭ്യമാക്കുന്നതിനായി ടെൻഡർ നിബന്ധനകളിൽ മാറ്റം വരുത്തിയതിന്റെയും കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള വ്യവസ്ഥകളിൽ ഇളവ് നൽകിയതിന്റെയും തെളിവുകൾ സാർത്ഥക് പാർലമെന്ററി സമിതിക്ക് മുന്നിൽ നിരത്തി. പ്രതിരോധത്തിലായതോടെ സർക്കാർ CBSE ചെയർമാൻ രാഹുൽ സിംഗിനെയും സെക്രട്ടറി ഹിമാൻഷു ഗുപ്തയെയും സ്ഥലം മാറ്റി. പകരം ലോകണ്ടെ പ്രശാന്ത് സീതാറാമിനെയും വരുൺ ഭരദ്വാജിനെയും നിയമിച്ചു. OSM കരാറിനെ കുറിച്ച് അന്വേഷിക്കാൻ ശേഷി വികസന കമ്മീഷൻ ചെയർപേഴ്സൺ S രാധാ ചൗഹാൻ കമ്മിറ്റിയെ നിയോഗിച്ചു. എന്നാൽ ഇതുകൊണ്ടൊന്നും സർക്കാരിന് ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞുമാറാനാകില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നിന്നും തെരുവുകളിലേക്ക് പടരുകയാണ്. പരാതി ഉന്നയിച്ച വിദ്യാർത്ഥികളെ അധിക്ഷേപിക്കാനും CBSEയെ ന്യായീകരിക്കാനും ശ്രമിച്ചതോടെ പുനർമൂല്യനിർണ്ണയ പ്രക്രിയ പിഴവുകളിൽ നിന്നും കൂടുതൽ പിഴവുകളിലേക്ക് പതിച്ചു. ഒടുവിൽ കയ്യോടെ പിടിക്കപ്പെട്ടപ്പോൾ ഉദ്യോഗസ്ഥരുടെ തലയിൽ കുറ്റം കെട്ടിവെച്ച് രക്ഷപ്പെടാനാണ് ശ്രമം. എന്നാൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്ക് വേണ്ടിയുള്ള മുറവിളികൾ ശക്തമാവുകയാണ്. CBSE ആസ്ഥാനത്തിന് മുന്നിൽ നിന്നും ജോഗേഷ് സിംഗിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24. പൊതുജനം കഴുതയല്ല സാർ. പ്രകടമായ അനാസ്ഥ എന്ന പ്രതികരണങ്ങൾ വരുന്നുണ്ട്. സദാശിവൻ പിള്ളയെ പോലുള്ളവരൊക്കെ അത്തരത്തിൽ പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട് CBSEയുടെ ഈ നിലപാടുമായി ബന്ധപ്പെട്ട്. ഇടവേളയ്ക്ക് ശേഷം മറ്റ് ജനകീയ വിഷയങ്ങളിലേക്ക്. വീണ്ടും പൊതുജനത്തിലേക്ക്. എത്ര കണ്ടാലും പാഠം പഠിക്കാത്ത ഒരു അധ്യായത്തിലേക്കാണ് ഇനി. തിരുവനന്തപുരം കാരറ്റിൽ അപകടാവസ്ഥയിലായ 2 സ്കൂൾ കെട്ടിടങ്ങളാണ് പൊളിക്കാൻ വൈകുന്നത്. കാരറ്റ് ദേവസ്വം ബോർഡ് ഹൈസ്കൂളിലെ ഈ പഴയ കെട്ടിടങ്ങൾ ഏത് നിമിഷവും നിലം പൊത്തും എന്ന അവസ്ഥയിലാണ്. കെട്ടിടം പൊളിക്കാനുള്ള അനുമതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വൈകിപ്പിക്കുന്നു എന്നാണ് ആക്ഷേപം. അലക്സ് മുഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. തിരുവനന്തപുരം അട്ടക്കുളങ്ങരയിലാണ് കഴിഞ്ഞ ദിവസം സ്കൂൾ കെട്ടിടത്തോട് ചേർന്നുള്ള SSKയുടെ ജില്ലാ ഓഫീസ് കെട്ടിടം തകർന്നു വീണത്. പിന്നാലെ സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും സുരക്ഷാ ഓഡിറ്റ് പൂർത്തിയാക്കണമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം നൽകി. ആ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് കാരറ്റ് ദേവസ്വം ബോർഡ് ഹൈസ്കൂളിലെ ഈ അനാസ്ഥ. കാരറ്റ് ദേവസ്വം ബോർഡ് ഹൈസ്കൂളിലെ പഴയ 2 കെട്ടിടങ്ങളാണ് അപകടാവസ്ഥയിലുള്ളത്. 1950 ആരംഭിച്ച സ്കൂളിൽ അന്നു നിർമ്മിച്ച ഓടിട്ട കെട്ടിടങ്ങളാണിവ. 76 വർഷം പഴക്കമുള്ള കെട്ടിടങ്ങൾ ഏതു നിമിഷവും നിലം പൊത്താം. കെട്ടിടം പൊളിക്കാനുള്ള അനുമതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വൈകിപ്പിക്കുന്നു എന്നാണ് നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും ആക്ഷേപം. ഈ കെട്ടിടത്തിൻ്റെ ഫിറ്റ്നസ് പോയിട്ട് തന്നെ വളരെ വർഷങ്ങളായി.
ദേവസ്വം ബോർഡ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ സ്കൂളിനടുത്ത് കൃത്യമായിട്ടുള്ളൊരു അവഗണനയാണ് നൽകിയിട്ടുള്ളത് ഇത്രയും നാളായിട്ടും. കാരണം ഈ കെട്ടിടങ്ങൾ ഏകദേശം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായിട്ടുണ്ട്. ഇത് കുട്ടികളുടെ ദേഹത്തോട്ട് മറിഞ്ഞു വീണ് ഒരു വലിയൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ മാത്രമേ നമ്മുടെ അധികാരികൾ കണ്ണു തുറക്കുള്ളൂ എന്നുള്ളൊരു വസ്തുതയാണ് നിലവിലുള്ളത്. അധ്യയന വർഷാരംഭത്തിനു മുന്നേ മറ്റു കെട്ടിടങ്ങളിൽ പേരിനു മാത്രമുള്ള അറ്റകുറ്റപ്പണികൾ മാത്രമാണ് നടത്തിയത്. മഴക്കാലമായതിനാൽ മേൽക്കൂര ദ്രവിച്ചിരിക്കുന്ന ഓടുപാകിയ കെട്ടിടങ്ങൾക്ക് അപകട സാധ്യത കൂടുതലാണ്. കെട്ടിടം തകർന്നു വീണാൽ സമീപത്തെ മറ്റു കെട്ടിടങ്ങൾക്ക് കൂടി കേടുപാടുകൾ ഉണ്ടാകാൻ സാധ്യതയേറെ. സ്കൂളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്ന് യാതൊരു നടപടിയും ഉണ്ടാകാറില്ലെന്നും നാട്ടുകാർ പരാതിപ്പെടുന്നു. കുട്ടികളെ സ്കൂളിലേക്ക് എത്തിക്കുന്നതിനുണ്ടായിരുന്ന ബസ് 2 വർഷമായി കട്ടപ്പുറത്താണ്. ഇവിടുത്തെ ബസ്സാണെങ്കിൽ 2-3 വർഷം കൊണ്ട് ഓട്ടം നിർത്തിയിരിക്കുകയാണ്. അവർ കട്ടപ്പുറത്താണ്. അത് എത്രയും പെട്ടെന്ന് ദേവസ്വം ബോർഡ് എന്തെങ്കിലും നടപടി സ്വീകരിക്കണമെന്ന് അപേക്ഷിച്ചിരുന്നു. കുട്ടികളെല്ലാം നടന്നാണ് വരുന്നത് ഈ പെരുമഴയത്തും. അതുകൊണ്ട് ഇതിന് എത്രയും പെട്ടെന്ന് ഒരു നടപടി സ്വീകരിച്ച് നമ്മുടെ സ്കൂളിനെ സംരക്ഷിക്കണമെന്ന് പറയുകയാണ്. അധ്യയന വർഷം ആരംഭിച്ചതിനു പിന്നാലെ കെട്ടിടങ്ങൾ പൊളിക്കാനുള്ള അനുമതിക്കായി കാത്തിരിക്കുകയാണ് സ്കൂൾ അധികൃതർ. സാങ്കേതികത്വം പറഞ്ഞ് കെട്ടിടം പൊളിക്കാനുള്ള അനുമതി വൈകിപ്പിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് നാട്ടുകാരുടെ നിലപാട്. ഇനിയും വൈകിയാൽ പ്രതിഷേധത്തിലേക്ക് കടക്കാനും നാട്ടുകാർ ആലോചിക്കുന്നു. ഇടവേളകളിൽ കുട്ടികൾ അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങളിലേക്ക് കടക്കാനുള്ള സാധ്യത ഏറെയാണ്. ഈ കെട്ടിടങ്ങളെ വേർതിരിക്കുന്ന സുരക്ഷാ വേലികളും സ്ഥാപിച്ചിട്ടില്ല. അപകടാവസ്ഥയിലായ കെട്ടിടങ്ങൾ എത്രയും പെട്ടെന്ന് പൊളിച്ചുമാറ്റി വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും മാതാപിതാക്കളുടെ ആശങ്ക അകറ്റണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. തിരുവനന്തപുരത്ത് നിന്നും അലക്സ്, റാം മുഹമ്മദ്, 24. പൊതുജനം കഴുതയല്ല സാർ. 25 ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച പൊതു ശൗചാലയവും ആമ്പൽ പൂഞ്ചിറ കുളവും കാട് കയറി നശിക്കുകയാണ്. പത്തനംതിട്ട വള്ളിക്കോട് പഞ്ചായത്തിന്റെ വിനോദസഞ്ചാര സാധ്യതകൾ മെച്ചപ്പെടുത്താൻ വേണ്ടിയായിരുന്നു ഈ പദ്ധതി. ആരും തിരിഞ്ഞു നോക്കാതെ വന്നതോടെ ശൗചാലയവും കുളവും സാമൂഹ്യവിരുദ്ധരുടെ കേന്ദ്രമായി. പ്രദേശത്ത് ഇഴജന്തുക്കളുടെ ശല്യവും കൂടുതലാണ്. വികസന സാധ്യതകൾ പ്രയോജനപ്പെടുത്താതെ കാട് കയറി നശിക്കാൻ മാത്രം ഖജനാവിൽ നിന്ന് ലക്ഷങ്ങൾ പൊടിക്കുന്നുവെന്നാണ് ആക്ഷേപം. പത്തനംതിട്ടയിൽ നിന്ന് ഷിജോ കുര്യൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇനി 12 പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച വഴിയോര വിശ്രമ കേന്ദ്രവും പൊതു ശൗചാലയവുമാണ് ഈ കാണുന്നത്. പത്തനംതിട്ട വള്ളിക്കോട് ഗ്രാമപഞ്ചായത്തിന് കീഴിലെ വിനോദസഞ്ചാര സാധ്യതകൾ മെച്ചപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യം. 2020 തുടങ്ങിയ പദ്ധതി 6 വർഷം ഇപ്പുറമെത്തി നിൽക്കുമ്പോൾ പൂർണ്ണമായി നശിച്ചു കിടക്കുകയാണ്. ആമ്പൽ പൂഞ്ചിറ എന്നൊരു ബോർഡ് മാത്രമുണ്ട്. വള്ളിക്കോട് പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ഒരു വികസനമില്ലാത്തൊരു പഞ്ചായത്ത്, ഒരു മുടിഞ്ഞ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ മുടിഞ്ഞ പഞ്ചായത്താണ്. ഒരു ആൾക്കാർ പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇതുവരെയും. ഉദ്ഘാടനം ചെയ്തു പോയി പിന്നെ ആൾ ഇതുവരെ ഈ കാമ്പൗണ്ട് പോലും വന്നിട്ടില്ല. അങ്ങനെയുള്ള അഴിമതി പിടിച്ച ഒരു പഞ്ചായത്താണ് ഈ വള്ളിക്കോട് പഞ്ചായത്ത് എന്ന് പറയുന്നത്. ഇവിടെ വരുന്ന ജനങ്ങൾ അയൽവക്കത്തുള്ള കക്കൂസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പൊതു ശൗചാലയം പറഞ്ഞുകൊണ്ട് പണിതിട്ട് വർഷങ്ങളായി ഇതുവരെ തുറന്നു പ്രവർത്തനം ഉണ്ടായിട്ടില്ല. ദിവസം കാണുന്നത് ഈ നാട്ടുകാർ വരുന്നതും പോകുന്നതും വരുന്നതും എല്ലാം കാണുന്നുണ്ട്. ഈ വെള്ളമടിക്കാട്ടും വരുന്നതും കാണുന്നുണ്ട്, വെള്ളം അടിച്ചിട്ട് പോകുന്നതും കാണുന്നുണ്ട്, എല്ലാം കാണുന്നുണ്ട്. ഒരു 4-5 വർഷത്തിന് മുമ്പേ ഭരിച്ചവർ കോൺഗ്രസ്സുകാരാണ് ഭരിച്ചത്. അപ്പോൾ അവരാണ് ഇതിന് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചത്. അപ്പോൾ അതിനുശേഷം വന്ന കക്ഷികളൊന്നും അത്ര കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇതിൻ്റെ മെയിൻ്റനൻസ് പണി അല്ലാതെ വേറെ ഒന്നും നടക്കുന്നില്ല. പലപ്പോഴും വല്ല ഈ പോച്ച പറിക്കുകയും പിന്നെ അതുപോലുള്ള സൈഡിലുള്ള എടുപ്പ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ കുടുംബശ്രീക്കാർ വന്ന് ഇടയ്ക്കിടയ്ക്ക് ഒരു ചെറിയ മെയിൻ്റനൻസ് ചെയ്യും, അത്രയേ ഉള്ളൂ. എല്ലാ കാര്യമായിട്ടും ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ ഇവിടെ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യമുണ്ട്. രാത്രി കാലങ്ങളിൽ അങ്ങനെ കള്ളുകൂടി ഇങ്ങനെ എല്ലാം കാര്യങ്ങൾ നടക്കുക. മെമ്പർക്കൊരു ഉത്തരവാദിത്വമില്ല. അവർ ഒന്നും ചെയ്യാതെ ഞാൻ കണ്ടിട്ടില്ല ഇവിടെ ഒന്നും ചെയ്യുന്നു. മൊത്തം മാലിന്യം കണ്ടില്ലേ സാറ്, കണ്ടില്ലേ? നോക്കും മൊത്തം കുപ്പിയും അതും ഇതും വേസ്റ്റ് കിടക്കുന്നത്. അതുകൊണ്ട് ഭയങ്കര ശോചനീയ അവസ്ഥ തന്നെയാണ്. മാറി വന്ന ജനപ്രതിനിധികൾ ആരും ഇവിടേക്കിന്ന് തിരിഞ്ഞുപോലും നോക്കുന്നില്ല. ടേക്ക് എ ബ്രേക്ക് എന്ന പേരിൽ തുടങ്ങിയ ആമ്പൽ പൂഞ്ചിറ പദ്ധതി ജനപ്രതിനിധികളുടെ ഓർമ്മയിൽ പോലും ഇല്ല എന്ന് പറയുന്നതാവും ഒരുപക്ഷെ ഏറ്റവും ഉചിതം. 25 ലക്ഷത്തോളം രൂപ മുടക്കിയെന്നാണ് അവകാശവാദം. രണ്ടായിരത്തി 2011 ഞാൻ ആദ്യം ജനപ്രതിനിധിയായിട്ട് വരുന്നത്. ആ സമയത്ത് ഈ ആമ്പൽ പൂഞ്ചിറ എത്രമാത്രം നല്ല രീതിയിൽ
പരിപാലിച്ചു കൊണ്ടുപോകാൻ സാധിക്കുമോ, അത്തരത്തിലൊക്കെ അന്നത്തെ ഭരണസമിതി കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്രദേശവാസികളും ഇതിനൊരു ശ്രദ്ധ ചെലുത്തണം. ഇവിടെ ഇപ്പം തന്നെ നിങ്ങൾ കണ്ടല്ലോ, ഈ ഒരു ബോർഡ് അത് പൊട്ടിച്ചിട്ടിരിക്കുന്നു. അതുപോലെ ഇരിക്കുന്ന ബെഞ്ചുകൾ പൊട്ടിക്കിടക്കുന്നു, ലൈറ്റുകളെല്ലാം നശിച്ചു കിടക്കുന്നു, ബാറ്ററി വരെ ഊരിക്കൊണ്ടു പോകുന്ന ഒരവസ്ഥ. ഇത് നമ്മുടെ ഈ പഞ്ചായത്തിൽ ഈ പ്രദേശത്തുള്ളവർ ചെയ്യുന്നതാണല്ലോ. പിന്നെ വെളിയിൽ നിന്നുള്ള ആളുകൾ വന്ന് ഇവിടെ മദ്യപാനമൊക്കെ ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. കുറേ കുപ്പികളും ഒക്കെ നമ്മൾ വലിച്ച് എടുത്തിട്ടുണ്ട് ചാക്കിനകത്ത്, തൊഴിലുറപ്പുകാരെ ഉപയോഗിച്ചും ഹരിതകർമ്മസേനയെ ഉപയോഗിച്ചും ഒക്കെ. ഇതുമായി ബന്ധപ്പെട്ട് നിർമ്മാണ പദ്ധതികൾക്ക് ഒരുപാട് പണം ചെലവഴിച്ചുണ്ടാക്കിയ നിർമ്മാണ പദ്ധതികളാണ്. ഇതെല്ലാം നശിച്ച് കിടക്കുകയാണ്. കാരണം ഇതെല്ലാം തുടർന്ന് ജനങ്ങൾക്ക് വേണ്ടുന്ന തരത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടുന്ന ഫണ്ടും മറ്റു കാര്യങ്ങളും പുതിയ സർക്കാർ ഭരണത്തിൽ വന്നിട്ടുണ്ട്. അവരെ സമീപിച്ച് വാങ്ങാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം അതിന് എത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിക്കുമോ അത്രത്തോളം ബുദ്ധിമുട്ടിയാണെങ്കിലും ഈ ചിറയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ചെയ്യണമെന്നുള്ളൊരാഗ്രഹത്തിലാണ് ഒരു വാർഡ് മെമ്പർ എന്ന നിലയിൽ ഞാൻ നിൽക്കുന്നത്. ഇപ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം സാമൂഹിക വിരുദ്ധനമൊക്കെ ഞാൻ പറഞ്ഞ് ഇതാക്കുന്നില്ല. പക്ഷേ എന്തായാലും സമൂഹത്തിന് ഗുണകരമില്ലാത്ത ആളുകളാണ്, അല്ലെങ്കിൽ അത് ചെയ്യില്ലല്ലോ. അപ്പം അത്തരത്തിലുള്ളൊരു പ്രവർത്തനം നടന്നതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഈ കാണുന്ന രൂപത്തിലേക്ക് പന്നി മറ്റു കാര്യങ്ങളൊക്കെ കയറി അതിൽ കിടക്കുന്നത് എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഈ പാർക്കിനെ നല്ല രീതിയിൽ സംരക്ഷിക്കുന്നില്ല എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ബന്ധപ്പെട്ട ജനപ്രതിനിധികൾക്ക് കൃത്യമായിട്ടുള്ള മറുപടിയില്ല. ആരോപണ പ്രത്യാരോപണങ്ങൾ മാത്രം. വള്ളിക്കോട് നിന്ന് സഞ്ജയ് ഇക്ബാലിനൊപ്പം ഷിജോ കുര്യൻ, 24. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. ഇമ്പാക്ട് വാർത്തയിലേക്കാണ് ഇനി. കാട് കയറിയ അവസ്ഥയിലായിരുന്ന പത്തനംതിട്ട ചിറ്റാർ പോലീസ് ക്വാർട്ടേഴ്സുകളും ആറന്മുള പോലീസ് സ്റ്റേഷനിലെ ട്രാഫിക് പാർക്കും വൃത്തിയാക്കാൻ ഒടുവിൽ നടപടി തുടങ്ങി. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ ഇടപെടലിന് പിന്നാലെയാണ് വൃത്തിയാക്കിയത്. ക്വാർട്ടേഴ്സുകൾ കാട് കയറിയ വാർത്ത പൊതുജനം കഴുതയല്ല സാർ പരിപാടിയിലൂടെയാണ് പുറത്തെത്തിച്ചത്. ഇതിന് പിന്നാലെയാണ് ആഭ്യന്തരമന്ത്രി വിഷയത്തിൽ ഇടപെട്ടത്. വർഷങ്ങളായി കാട് മൂടിയ നിലയിലായിരുന്നു ചിറ്റാർ പോലീസ് സ്റ്റേഷൻ ക്വാർട്ടേഴ്സും ആറന്മുളയിലെ ട്രാഫിക് പാർക്കും. 24 വാർത്ത നൽകിയതിന് പിന്നാലെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇടപെട്ടു. ഉടൻ നടപടി സ്വീകരിക്കാൻ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിക്ക് ഇന്നലെ നിർദ്ദേശം നൽകി. ഒട്ടും വൈകാതെ SP-യുടെ ഇടപെടൽ. ഇന്ന് രാവിലെയോടെ ചിറ്റാർ പോലീസ് സ്റ്റേഷൻ ക്വാർട്ടേഴ്സും ആറന്മുള ട്രാഫിക് പാർക്കും വൃത്തിയാക്കാൻ ജീവനക്കാരെത്തി. പരമാവധി 2 ദിവസം കൊണ്ട് നവീകരണ പ്രവർത്തികൾ പൂർത്തിയാക്കുമെന്നും ജില്ലാ പോലീസ് മേധാവി R. ആനന്ദ് അറിയിച്ചിട്ടുണ്ട്. ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച കെട്ടിടങ്ങളും ട്രാഫിക് പാർക്കുമാണ് കാട് കയറിയത്. 24 പത്തനംതിട്ട. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം മൂലം ജീവനക്കാർ വലയുന്നു. സ്റ്റേഡിയം ബിൽഡിംഗിലെ 65-ലധികം കടകളിൽ ജീവനക്കാർ ആശ്രയിക്കുന്ന പൊതു ശൗചാലയം ഉപയോഗശൂന്യമായി മാറിയിട്ട് മാസങ്ങളായി. രൂക്ഷമായ ദുർഗന്ധവും സാമൂഹ്യവിരുദ്ധരുടെ ശല്യവും കാരണം സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ കടുത്ത ദുരിതത്തിലാണ്. അനീഷ് ദിവസം തയ്യാറാക്കിയ റിപ്പോർട്ട്. ഇതും നമ്പർ 1 കേരളത്തിൽ. കോഴിക്കോട് കോർപ്പറേഷന്റെ സ്റ്റേഡിയം ബിൽഡിംഗിലുള്ള പൊതു ശൗചാലയത്തിന് മുന്നിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. കണ്ടാലറയ്ക്കുന്നതും ഉപയോഗശൂന്യമായ ടോയ്ലറ്റുകളാണ് ഇവിടെയുള്ളത്. ഈ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സ്റ്റേഡിയം ബിൽഡിംഗിലെ 65ഓളം കടകളിലെ 100-ലധികം പേരടങ്ങുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ആശ്രയിക്കുന്ന ശുചിമുറിയുടെ അവസ്ഥയാണിത്. പരിസര പ്രദേശങ്ങളിൽ മറ്റ് ശുചിമുറികൾ ഇല്ലാത്തതുകൊണ്ട് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ ഏക ആശ്രയവും ഈ ശുചിമുറി മാത്രമാണ്. ലൈറ്റുകളില്ലാത്ത ശുചിമുറിയിൽ എപ്പോഴും കൂരാക്കൂരിട്ടാണ്. ഇരുട്ടിന്റെ മറവിൽ മദ്യപരുടെ താവളം കൂടിയാണ് ഇവിടം. അവർ തീരെ നോക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ വെള്ളം തീരെ ഉണ്ടാവില്ല, സ്മെല്ല് ഭയങ്കരമാണ്. ഈ പുറത്തും ബാത്റൂം അടച്ചു കിടക്കുന്നതുകൊണ്ട് രാത്രി കാലങ്ങളിൽ പുറത്തെല്ലാം മലവിസർജനം ചെയ്തു പോകുന്നതാണ്. അതാണ് ഭയങ്കര സ്മെല്ല് വരുന്നത്. കോർപ്പറേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ 3-4 ടോയ്ലറ്റ് ഉണ്ട്. പക്ഷേ എല്ലാ ടോയ്ലറ്റിൻ്റെ അവസ്ഥ ഇത് തന്നെയാണ്. വെള്ളമില്ല, വെളിച്ചമില്ല. വളരെ ദുരിതപൂർണ്ണ അവസ്ഥയാണ്. ഇപ്പോൾ വേനലിലൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. സ്ത്രീകളൊക്കെ ജോലി ചെയ്യുന്നവരുണ്ട്. അവർക്കൊക്കെ ഇത് ഉപയോഗിക്കാൻ കഴിയാതെ അവർ പുറത്ത് വേറെ ഹോട്ടലുകളിലും ഹോസ്പിറ്റലിലെ ടോയ്ലറ്റാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. പലതവണ പൂട്ടും താക്കോലും വാങ്ങി പൂട്ടി നോക്കിയെങ്കിലും സാമൂഹിക വിരുദ്ധർ അതൊക്കെ തകർക്കുകയാണ്. വാതിലുകളുടെ കൊളുത്തുകൾ നശിപ്പിക്കപ്പെട്ടതോടെ വനിതാ ജീവനക്കാർ ഇവിടേക്ക് പോകുന്നത് പൂർണ്ണമായി നിർത്തി. പണം കൊടുത്ത് ഉപയോഗിക്കുന്ന ശുചിമുറികളാണ് വനിതാ ജീവനക്കാരുടെ ഇപ്പോഴത്തെ ആശ്രയം. പൈപ്പിൽ തീരെ വെള്ളമില്ല.
പൈപ്പിൽ കണക്ഷൻ ഇല്ലയെന്നാണ് തോന്നുന്നത്. തീരെ വെള്ളമില്ല. ഞങ്ങൾ അടുത്ത ഇവിടെയൊക്കെ പോയിട്ട് ബാത്റൂമിൽ പോയിട്ട് വരികയാണ്. ചെസ്റ്റ് ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, അവിടെയൊക്കെ പോകുക, അല്ല മാളിൽ പോകുക, അങ്ങനെ. നമ്മളിവിടെ തന്നെ വൃത്തി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇവിടെ തന്നെയല്ലേ പോകാൻ പറ്റുള്ളൂ. അല്ല ഈ ലോട്ടറി ഇവിടെ വെച്ച് വേറെ എവിടെയെങ്കിലും പോയാൽ ലോട്ടറി എടുത്തിട്ട് ആൾക്കാരും ഇല്ല. കച്ചവട പ്രശ്നം തന്നെയാണ്. വെള്ളവും വെളിച്ചവുമില്ലാത്ത ശുചിമുറികളുടെ അവസ്ഥ പലതവണ കോർപ്പറേഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് പരാതി. ശുചിത്വമില്ലാത്തതും സാമൂഹ്യ വിരുദ്ധ താവളവുമായി മാറിയ ഈ ശൗചാലയങ്ങൾ ഇനിയെങ്കിലും നവീകരിക്കാൻ അധികൃതർ തയ്യാറാകണം. ഇവിടെ എത്തുന്ന സ്ത്രീകളടക്കമുള്ളവരുടെ സുരക്ഷ മുൻപാക്കി ഇതിനൊരു ശാശ്വത പരിഹാരം കാണണമെന്നാണ് എല്ലാവരുടെയും ആവശ്യം. ക്യാമറമാൻ അനൂപിനൊപ്പം അനീഷ് ദേവ്സ്യ, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. ഇനി എൻകൗണ്ടർ KR ഗോപികൃഷ്ണൻ ചേരും. നമസ്കാരം.